എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്നിവിടെ പറയാനുള്ളത് എന്താണ് വൈശാഖ മാസം, വൈശാഖ മാസത്തിൻ്റെ പ്രാധാന്യം എന്താണ്. വൈശാഖ മാസത്തിൽ മഹാവിഷ്ണു മഹാലക്ഷ്മിയോടുകൂടെ ഇരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഗൃഹത്തിലേക്ക് സർവ്വ ഐശ്വര്യം വരാനും, അല്ലെങ്കിൽ നമ്മളുടെ 3 തലമുറയ്ക്ക് അല്ലെ അതിൽ കൂടുതൽ ഒരു 7 തലമുറ വരെ കുടുംബത്തിലേക്ക് ഐശ്വര്യം വരാനും സുഹൃതം വരാനും വേണ്ടി നമുക്ക് ഈശ്വര പൂജ ചെയ്യാനും പ്രാർത്ഥിക്കാനുമുള്ള ഏറ്റവും ഉചിതമായിട്ടുള്ള സമയമാണ് വൈശാഖ മാസം. മഹാവിഷ്ണു മഹാലക്ഷ്മിയോടുകൂടെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ സർവ്വ ഐശ്വര്യത്തിനും വൈഷ്ണവ പ്രീതിക്കും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും വൈഷ്ണവ സങ്കേതങ്ങളിൽ, അതായത് ഗുരുവായൂർ അല്ലെങ്കിൽ പൂർണ്ണത്രയീശൻ്റെ അടുത്ത്, പത്മനാഭസ്വാമിയുടെ അടുത്ത്, അല്ലെ ബദരി ക്ഷേത്രത്തിൽ, അതുപോലെ വൈഷ്ണവ പ്രീതി വരുത്താൻ വേണ്ടിയിട്ട് വിഷ്ണു ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുകയും വിഷ്ണു പൂജകൾ ചെയ്യുകയും വൈഷ്ണവ നാമങ്ങൾ ജപിക്കുകയും, നാമം ജപിക്കാനൊക്കെ ഏറ്റവും പുണ്യമായിട്ടുള്ള സമയവും കൂടെയാണ് ഈ വൈശാഖ മാസം. അതുപോലെ സപ്താഹങ്ങൾ കേൾക്കുക, സപ്താഹം നടത്തുക, പിന്നെ ഈ ദാനങ്ങൾ ചെയ്യുക, ബ്രാഹ്മണർക്ക് കാലുകഴിച്ചൂട്ട്, വെച്ച് നമസ്കാരം സ്വാമിയാർക്ക് ചെയ്ത് അനുഗ്രഹം വാങ്ങുക, അതിനൊക്കെ വ്യാഴപ്രീതിക്കും വൈഷ്ണവ പ്രീതിക്കും ഒക്കെ ഏറ്റവും നല്ല സമയമാണ് ഈ വൈശാഖ മാസം. എല്ലാവരും നന്നായിട്ട് വിഷ്ണു സഹസ്രനാമവും ഭാഗവത പാരായണങ്ങളും ഒക്കെ നടത്തി വിഷ്ണുപ്രീതി വരുത്തി ഗൃഹത്തിലേക്ക് സർവ്വ ഐശ്വര്യവും വരുത്തുക. എല്ലാവർക്കും മഹാവിഷ്ണുവിൻ്റെയും മഹാലക്ഷ്മിയുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ. നന്ദി, നമസ്കാരം.